അപ്പോൾ ഇനി നമ്മൾ 2 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3Aയും 3Bയാണ്. 3A ഏതുമായി ബന്ധപ്പെട്ടതാ? ഓർക്കുന്നുണ്ട്, ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടവരുണ്ടെങ്കിൽ പറയും. ശരി, പറ്റിയിട്ടുണ്ട് അല്ലേ? ഭയങ്കര കണ്ടെത്തല. ഏത് ചാപ്റ്ററാന്ന് പറഞ്ഞാൽ മതി. ഓവർഹെഡ്. ഗ്രേറ്റ്. ഓർക്കണ്ട, മാക്സിമം കപ്പാസിറ്റി, പ്രാക്ടിക്കൽ, നോർമൽ ആക്ഷൻ, ഓവർഹെഡിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻ. ഏറ്റവും ലാസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അയ്യോ എന്നപ്പാ ഇത് ഏതാ? എൻട്രി ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡോ നോൺ ഇൻ്റഗ്രേറ്റഡാ? ഇൻ്റഗ്രേറ്റഡ്. കണ്ടില്ലേ? സിമ്പിളാണ്, ഇപ്പോൾ തീർക്കും. റെഡി അല്ലേ? ഓക്കെ, വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കും. ABC Limited മാനുഫാക്ചർ പ്രൊഡക്റ്റ് A at a rate of 80 pieces per hour. ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാക്കും? ബാഗാന്ന് വിചാരിക്കാം. എന്താ ഉണ്ടാക്കുന്നത്? ബാഗ്. ഒരു മണിക്കൂറിൽ എത്ര ബാഗ് ഉണ്ടാക്കും? 80 ബാഗ്. The company has been produced and selling 1,20,000 യൂണിറ്റ് ആണ് ആനുവലി സിൻസ് ലാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് 1,60,60,000 ആനുവലി അവർ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കി വിൽക്കുന്നത്. ശ്രദ്ധിക്കാം. ഇനി however during the current year the company was able to produce 1,46,000 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു നോർമൽ കപ്പാസിറ്റി ആണ് 1,60,60,000. ആക്ച്വൽ കപ്പാസിറ്റി ആക്ച്വലി എത്ര ഉണ്ടാക്കിയത്? പ്രൊഡക്ഷൻ 1,44,000. ദ കമ്പനീസ് ആനുവൽ ഫിക്സഡ് ഓവർഹെഡ് എത്ര എമൗണ്ട്? 5,84,000. ദ കമ്പനി വർക്ക് ഓൺ ഷിഫ്റ്റ്, സിംഗിൾ ഷിഫ്റ്റിലാണ് 8 മണിക്കൂർ 6 ദിവസം ഒരാഴ്ച. ദ കമ്പനി ഹാഡ് ഡിക്ലെയർ 13 ഹോളിഡേ ഉണ്ട്. പിന്നെ ക്വാർട്ടർലി പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ 77 ഹവേഴ്സ്. 13 ദിവസം ഹോളിഡേ, അന്ന് വർക്ക് ചെയ്യില്ല. അതേപോലെ തന്നെ ക്വാർട്ടർലി, ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ട്? 3 ക്വാർട്ടർ. 3 തവണ 77 മണിക്കൂർ വെച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. അപ്പോഴും പ്രൊഡക്ഷൻ നടക്കില്ല. ഓക്കെ അല്ലേ? 4 ക്വാർട്ടറാണ്. 3 മാസം ഉദ്ദേശിച്ചത്. 3 മാസം വെച്ച് 4 ക്വാർട്ടർ. അപ്പോൾ 4 × 77 മനസ്സിലുണ്ടാവും. ആദ്യം അവർ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് മാക്സിമം പ്രാക്ടിക്കൽ, നോർമൽ ആൻഡ് ആക്ച്വൽ കപ്പാസിറ്റി. എന്താണ് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ? ടോട്ടൽ എത്ര ദിവസം ഉണ്ട്? 365 ദിവസം. എത്ര മണിക്കൂർ? 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്താൽ എത്ര വരും? അടിക്കുക 365. 2,920 ഹവേഴ്സാണ് എന്ത് വരാം? ഓക്കെ അല്ലേ? ഇതാണ് മാക്സിമം. ഇതിൻ്റെ മുകളിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യന് നമ്മൾ തിയറി ഒക്കെ പറയുമ്പോൾ ഈ കപ്പാസിറ്റി എങ്ങനെയൊക്കെ കാണിക്കാമെന്ന് വെച്ചാൽ യൂണിറ്റ് അനുസരിച്ച് കാണിക്കാം, വാല്യൂ അനുസരിച്ച് കാണിക്കാം, പിന്നെ ഹവറും പറയാം. ഒരു മെഷീന് 2000 മണിക്കൂർ വർക്ക് ചെയ്യും എന്ന് പറയാം, അതിൻ്റെ കപ്പാസിറ്റി അങ്ങനെ പറഞ്ഞൂടെ? അല്ലെങ്കിൽ ആ മെഷീനിൽ 100 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാം, അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി യൂണിറ്റ് പറയും. അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ഇത്ര 100 യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് ഇത്ര രൂപയുടെ സാധനം സെയിൽ ചെയ്യാൻ പറ്റും, അപ്പോൾ വാല്യൂലും പറയും. ഇവിടെ ഇപ്പോൾ ഏതിലാണ് പറയുന്നുണ്ടാവുക? ഹവേഴ്സിലാണ്. ഏതിലാണ്? ഹവേഴ്സ്. അപ്പോൾ അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. പക്ഷെ ഇവിടെ യൂണിറ്റിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ നോർമലൊക്കെ, അത് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ മറ്റേ ഹവർ എടുത്തിട്ട് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഡിഫിക്കൽട്ട്. അങ്ങനെ പരിപാടി സാധാരണ എന്ത് ചെയ്യാറില്ല. ഇല്ല, ക്വസ്റ്റ്യനൊക്കെ എങ്ങനെയാണ് കാണാറ്, അപ്പോൾ ഫോളോ ചെയ്യാം. അപ്പോൾ മാക്സിമം കിട്ടി 2,920. ഈ 2,920 ഹവേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പണിക്കാർ വരണം, ഒരു ദിവസം പോലും ലീവ് എടുക്കരുത്. പോസിബിൾ ആണോ? അല്ല. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? ഐഡിൽ ടൈമുകളുണ്ട് അല്ലേ? ആ ഐഡിൽ ടൈം ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. എങ്ങനെ കാണാം? മാക്സിമത്തിൽ നിന്നും എന്ത് ലെസ് ചെയ്താൽ മതി? ഐഡിൽ. അപ്പോൾ ഐഡിൽ ടൈം എങ്ങനെ കാണാം? നിങ്ങൾ പറയും 13 എന്തുണ്ട്? 13 ഹോളിഡേ ഉണ്ട്. 13 ഹോളിഡേ എന്ന് പറയുമ്പോൾ അത് ഡേ ആണ്. എത്ര ഹവേഴ്സാണ്? 13 × 8. അപ്പോൾ അത് കുറയണം. അതേപോലെ 6 ദിവസമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 2,920 ഇല്ലേ, അതിൽ സൺഡേ ഉണ്ടാകും.
ഈ 2920 സൺഡേ ഉണ്ട് 365. അപ്പം സൺഡേ എന്തായാലും എന്ത് ചെയ്യണം, കുറയ്ക്കണം. സൺഡേ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഒന്ന് ചോദിക്കരുത്. കാരണം എത്രയാണ് വർക്ക് ചെയ്യുന്നത് ഒരാഴ്ച. അപ്പം എന്തായാലും അതൊരു ഹിഡൻ ഇൻഫർമേഷനാണ്. 52 × 8. അങ്ങനെ സൺഡേ എത്ര പോവും? 52 × 8. ഓക്കെ അല്ലേ? പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്വാർട്ടർലി പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്കിംഗ് ഇൻവോൾവ് 77 hours. 77 മണിക്കൂർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? 4 അടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് അത് ഉദ്ദേശിച്ചത് എത്രയാണ്? മൊത്തം 4 ക്വാർട്ടറിനും കൂടെ ഉള്ളതാണ് എത്ര? 77. ഓക്കെ അല്ലേ? ക്വാർട്ടർലി പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്ക് ഇൻവോൾവ് 77 hours. എൻ്റെ തോട്ട് പോയത് മനസ്സിലായില്ലേ? എൻ്റെ തോട്ട് മനസ്സിലായില്ലേ? ഒരു ക്വാർട്ടറിന് 77 വരുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ടോട്ടലാണെന്ത് 77. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് ഇത് 2092. ദിസ് ഈസ് വാട്ട് ഈസ് ഏതാണ് പ്രാക്ടിക്കൽ. മനസ്സിലായ? ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീവ് ഒന്നും എടുക്കാതെ ഫുള്ള് വർക്ക് ചെയ്യാൻ വേണ്ടി 2920 hours വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രാക്ടിക്കൽ ഇത്ര പറ്റുള്ളൂ. ലീവും മറ്റു കാര്യങ്ങളൊക്കെ ആബ്സെൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് സൺഡേ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത്ര പറ്റുള്ളൂ. അടുത്തത് നോർമൽ കപ്പാസിറ്റി കാണാൻ വളരെ എളുപ്പമാണ്. കാരണം 1,60,000 യൂണിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ നിലയിൽ വിൽക്കുന്നത്. ഒരു യൂണിറ്റിന് പെർ ഹവറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും? 80. അപ്പോൾ 1,60,000 എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ എങ്ങനെ? 1,60,000 ഡിവൈഡഡ് ബൈ 80. 2000. ദിസ് ഈസ് വാട്ട് ഈസ് നോർമൽ കപ്പാസിറ്റി. നോർമൽ കപ്പാസിറ്റി പറഞ്ഞാൽ ഇക്വേഷൻ വേണമെങ്കിൽ പറയുന്ന നോർമൽ എക്സ്പെക്റ്റഡ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഏതാണ്? റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പെർ ഹവർ, ഈ നമ്പർ ഓഫ് യൂണിറ്റ് പെർ ഹവർ, വാട്ട് എവർ ഇറ്റ്. ഇതിനടുത്ത ഏതാണ്? ആക്ച്വലി എത്ര ഉണ്ടാക്കി? 1,46,000 ഡിവൈഡ് ബൈ 80 അടിക്കും. 1,46,000 ഡിവൈഡ് ബൈ 1,820. സിമ്പിളല്ലേ പരിപാടി അല്ലേ? ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റിക്വയർഡ്. മേയ് എന്തേ ഡൗട്ടില്ല? ഇല്ല. എത്ര വരുന്നത്? അപ്പം ഇൻറ്റു 4 അടിക്കും. അപ്പം ശരിയോ? ഞാൻ എഴുതാൻ കിട്ടും. ഇൻറ്റു 4 അടിച്ചിട്ട് ചെയ്തു. അതോ? അപ്പോൾ ഓക്കെ. ഞാനതിൽ ഡിസൈൻ എഴുതിയപ്പോൾ ഞാൻ ആൻസർ കീയിലുള്ള എഴുതി വെച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്താൽ അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഏറ്റവും കംഫർട്ടായി. ഓക്കെ അല്ലേ? അതോ ക്വാർട്ടർലി ആണ് 77 ഇൻറ്റു എത്ര അടിക്കണം? 4 അടിച്ചാൽ ടോട്ടൽ ഒരു വർഷത്തെ എന്ത് കിട്ടുള്ളൂ? മെയിൻ്റനൻസ് കിട്ടും. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ. രണ്ടാമത് അവർ പറയുന്ന ഐഡിയൽ കപ്പാസിറ്റി ഹവേഴ്സാണ്. ഈ ഐഡിയൽ കപ്പാസിറ്റി മാക്സിമത്തിനെയും പ്രാക്ടിക്കലിനെയും നോർമലിനെയും ആക്ച്വലിനെയും 4 ബേസിൽ എന്ത് കാണാം? ഐഡിയൽ കപ്പാസിറ്റി ആണ്. ഓക്കെ അല്ലേ? ഐഡിയൽ കപ്പാസിറ്റി പറയുന്നത് എന്താ? വെറുതെ ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ ഐഡിയൽ കപ്പാസിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇതാ ബേസ് നോക്കണം. കപ്പാസിറ്റി ഏതാ? മാക്സിമം, പ്രാക്ടിക്കൽ, നോർമൽ, പിന്നെ ഏതാ? ആക്ച്വൽ. അതിൽ ബേസ് കപ്പാസിറ്റി ഹവേഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്റി യൂട്ടിലൈസ്ഡ് എത്രയാണ്? വിച്ച് മീൻസ് ആക്ച്വൽ കപ്പാസിറ്റി. ആക്ച്വൽ കപ്പാസിറ്റി. അപ്പോൾ ഇങ്ങനെ പറയാം, നമുക്ക് ഒരു വർഷം 2,920 ഹവേഴ്സ് വർക്ക് ചെയ്യാമായിരുന്നു. പ്രാക്ടിക്കലേ പറ്റില്ല, മാക്സിമം അതിൻ്റെ മുകളിൽ എന്തായാലും പറ്റില്ലല്ലോ. ഓക്കെ, പക്ഷെ എത്ര വർക്ക് ചെയ്തുള്ളൂ? 1,825. അപ്പോൾ എത്ര ഐഡിയൽ കപ്പാസിറ്റി വന്ന്? 1,095. അപ്പോൾ ഐഡിയൽ കപ്പാസിറ്റി ഇവിടെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ എ എന്ന് കൊടുക്കുക, ഇതിനെന്ത് കൊടുക്കുക? ബി എന്ന് കൊടുക്കുക. അപ്പോൾ A മൈനസ് ബി. സിമ്പിൾ അല്ലേ പരിപാടി? ഓക്കെ, അപ്പോൾ ഇത് ബേസിനനുസരിച്ചാണ്. സാധാരണ ഐഡിയൽ കപ്പാസിറ്റി കാണാൻ നിങ്ങൾക്ക് ഞാൻ നോട്ടിലൊക്കെ എഴുതി തന്ന ഇക്വേഷൻ എന്താണ്? പ്രാക്ടിക്കൽ മൈനസ് ഏതാണ്? ആക്ച്വലാണ്. ഓക്കെ അല്ലേ? അത് ഏത് ബേസ് കാണുമ്പോൾ? പ്രാക്ടിക്കൽ ബേസ് കാണുമ്പോൾ. അപ്പോൾ കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണോ? അപ്പോൾ പ്രാക്ടിക്കൽ കാണുമ്പോൾ ഓക്കെ 267. ഇത് ഇല്ലോജിക്കലാണ്. ഇതിനാരെങ്കിലും പണിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇതിന് പണിഷ് ചെയ്യാൻ പറ്റും.
പ്രാക്ടിക്കലി 2092 വർക്ക് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ഹെഡ് ഉണ്ട്, അയാളോട് പറയും നിങ്ങൾ എന്തുകൊണ്ട് 1825 എന്ത് ചെയ്തു ആയിപ്പോയി. ഓക്കെ അല്ലേ? അപ്പോൾ അയാൾ പറയും 1825 കാരണം ആക്ച്വലി എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, 1,46,000. കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട അതിന് പ്രൊഡക്ഷൻ മാനേജർ എന്താണ് റെസ്പോൺസിബിൾ എന്ന് വിചാരിച്ച് ഇതിനാരും റെസ്പോൺസിബിൾ ആണോ? ഞായറാഴ്ച ലീവ് എടുക്കാതിരിക്കുക, മെയിൻ്റനൻസ് ചെയ്യാതിരിക്കുക, ഹോളിഡേ ലീവ് എടുക്കാതിരിക്കുക ഒക്കെ പോസിബിൾ ആണോ? അപ്പോൾ ബേസ് അനുസരിച്ച് ഏത് മാറും? ഐഡിയൽ കപ്പാസിറ്റി മാറും. ദാറ്റ്സ് ഈ ക്വസ്റ്റിൽ ഐഡിയൽ കപ്പാസിറ്റി മാത്രം പറയുന്ന MCQ ആണെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? പ്രാക്ടിക്കൽ മൈനസ് ആക്ച്വൽ. ദാറ്റ്സ് ദെൻ ഇവിടെ ആക്ച്വലിൽ വരുമ്പോൾ എന്തുണ്ടാവില്ല? ഐഡിയൽ കപ്പാസിറ്റി ബേസ് ഉണ്ടാവില്ല. പിന്നെ നോർമൽ മൈനസ് ഏതാണ്? ആക്ച്വൽ. ദാറ്റ്സ് നത്തിങ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഐഡിയൽ കപ്പാസിറ്റി ഹവർ. പിന്നെ ഹവേർലി റേറ്റ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് റിക്കവറി റേറ്റ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് റിക്കവറി റേറ്റ് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഫിക്സഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഇവിടെ ഏതാണ്? ഹവേഴ്സ്. ഓക്കെ അല്ലേ? ഫിക്സഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? ഹവേഴ്സ്. അപ്പോൾ എങ്ങനെ ഫിക്സഡ് ഓവർഹെഡ് പറയും? ഇവിടുത്തെ എല്ലാത്തിൻ്റെയും ഫിക്സഡ് ഓവർഹെഡ് എത്രയാണ്? എല്ലാ പീസിലും 5,84,000. ഇവിടെ ബേസ് കപ്പാസിറ്റി എത്ര? 29,20. അപ്പോൾ 5,85,000 ഡിവൈഡഡ് ബൈ 29,20 എത്ര വരും? 200. അടുത്ത 5,84,000 ഡിവൈഡഡ് ബൈ 2,092 279. ദെൻ 5,85,000 ഡിവൈഡഡ് ബൈ 1,825. സിമ്പിളാണോ? എക്സിൽ അറിയാം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലത്, പക്ഷേ എക്സാമിന് എന്ത് ചെയ്തെന്ന് ചോദിച്ചു. അന്നില്ലാത്തപ്പോൾ ചോദിച്ചിരുന്നു പറയും. ഓക്കെ, ഞാനതാ നമ്മുടെ ബുക്കിലെടുത്ത് ഒരു തുളസിയാൻ പറഞ്ഞൊരു ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഇട്ടുള്ളൂ. ഓക്കെ, അന്ന് ഞാൻ അങ്ങനെ ആലോചിക്കും ഇതൊക്കെ പഠിപ്പിക്കണം. അന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്ന് പഠിപ്പിച്ചിരുന്നു ടെക്സ്റ്റിൽ. പിന്നെ അന്ന് പഠിപ്പിച്ച ഏതൊരു കുട്ടിക്ക് എന്തുണ്ടാവും? ആ ബാച്ചിന് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ടെക്സ്റ്റ് നമ്മൾ കവർ ചെയ്താൽ പറ്റില്ല, അങ്ങനൊന്നുമില്ല. ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3 പറയൂ. 3B. സിമ്പിളാണ് പരിപാടി, ഇൻ്റഗ്രേറ്റഡ് ആണ്. ഓക്കെ അല്ലേ? ജേണലിൽ എഴുതാനാണ് പറയുന്നത്. ആദ്യം റോ മെറ്റീരിയൽ പർച്ചേസ് ഓൺ ക്രെഡിറ്റ്, ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ എന്ത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോർ കൂടും, സ്റ്റോറിനെ ഡെബിറ്റ് ചെയ്യും. 2 ഏതാണ്? കോസ്റ്റ് ലെഡ്ജർ കൺട്രോളിനെ കുറിച്ച് മിണ്ടരുത്. കാരണം എവിടെയാണ് കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ അല്ലെങ്കിൽ ജനറൽ ലെഡ്ജർ കൺട്രോൾ ഉള്ളൂ? നോൺ ഇൻ്റഗ്രേറ്റഡ്. ഇൻ്റഗ്രേറ്റഡ് പറയുമ്പോൾ ഫിനാൻഷ്യലും കോസ്റ്റിംഗ് കൂടെ മെർജ് ചെയ്ത് പോവാണ്. അപ്പോൾ ഡെബിറ്റ് ഏതിനെ പരിഗണിച്ചു? കോസ്റ്റിനെ പരിഗണിച്ചപ്പോൾ ക്രെഡിറ്റ് ആരെ പരിഗണിക്കണം? ഫിനാൻഷ്യൽ. അപ്പോൾ 2 ക്യാഷ് അല്ല ക്രെഡിറ്റ് ആണ്. അപ്പോൾ എൻട്രി എന്താ? സ്റ്റോഴ്സ് ലെഡ്ജർ. പറയടാ, സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് 2 ക്രെഡിറ്റ് ആണ്. സിമ്പിൾ. അടുത്ത ഡയറക്റ്റ് മെറ്റീരിയൽ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ ആണ് 6 ലക്ഷം. ഓർമ്മ ഉണ്ടാവും. ഡയറക്റ്റ് മെറ്റീരിയൽ അപ്പോൾ എവിടെയൊക്കെ പോവാം? വർക്കിംഗ് പ്രോഗ്രസ്. ഏത് കൂടും? വർക്കിംഗ് പ്രോഗ്രസ് കൂടും. ഏത് കുറയും? സ്റ്റോർ കുറയും. അപ്പോൾ എൻട്രി ചെയ്താ വർക്കിംഗ് പ്രോഗ്രസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് 2 സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. അടുത്ത വേജസ് പെയ്ഡ് ആണ് 4,80,000. ബ്രാക്കറ്റിൽ എന്തുകൊണ്ട് അവിടെ നിൽക്കട്ടെ? 4,80,000 വേജസ് പേയ്മെന്റ് നടത്തുമ്പോൾ എൻട്രി എന്താ? വേജ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് 2 ക്യാഷ് 4,80,000. ഇതിനുള്ളിൽ 2 കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. 30% ഏതാണ്? ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ 30% ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 4,80,000 30% കാണും 1,44,000. അതെവിടേക്കാ? ഇൻഡയറക്റ്റ് അല്ല, അതെവിടേക്കാ? ഫാക്ടറി ഓവർഹെഡിലേക്ക്. ബാക്കി ഡയറക്റ്റ് ഉള്ളത് എവിടേക്കാ? വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ എൻട്രി എന്താ വരിക? വർക്കിംഗ് പ്രോഗ്രസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഫാക്ടറി ഓവർഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് 2 വേജ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. ഇതാണ് എൻട്രി. എൻട്രി വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് ഫാക്ടറി ഓവർഹെഡ് അക്കൗണ്ട് 2 വേജ് ലെഡ്ജർ അക്കൗണ്ട്. എമൗണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാലോ. ഓക്കെ, ഇതിനടുത്തേതാണ്? വേജ് ചാർജ് ടു പ്രൊഡക്ഷൻ. ഒന്നുമില്ല, ഇതിൻ്റെ ഈ 30% പോയാൽ ബാക്കിയുള്ള 70% ഇവിടെ തന്നിട്ടുള്ളത്. അവരത് തരണമെന്നുണ്ടോ? ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡിൽ ചെയ്യും. ഇവിടെ ഈ ബ്രാക്കറ്റിൽ തന്നാൽ തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആണ്. അടുത്ത മാനുഫാക്ചർ എക്സ്പെൻസ് ഇൻവേർഡ് ആണ് മക്കളെ. എൻട്രി എന്താ? മാനുഫാക്ചർ എക്സ്പെൻസ് ഇൻവേർഡ്. ഏത് എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ട് ക്യാഷ് എഴുതിയാൽ മതി.
പിന്നെ എക്സ്പെൻസ് എഴുതുമ്പോൾ ഇവിടെ കോസ്റ്റിംഗ് ആയതുകൊണ്ട് ആലങ്കാരികമായിട്ട് എന്ത് ചെയ്യണം, ഒരു ലെഡ്ജർ കൺട്രോളൊക്കെ ചേർക്കണം. അപ്പോൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. മാനുഫാക്ചറിങ്ങും ഫാക്ടറിയും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുകളിൽ നമ്മൾ ഫാക്ടറിന്ന് ഉപയോഗിച്ച സ്ഥിതിക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഫാക്ടറി തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാനുഫാക്ചർ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റർ ചെയ്ത മാനുഫാക്ചറിങ് ഓവർഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ക്യാഷ് 3,80,000. മാനുഫാക്ചർ ഓവർഹെഡ് പ്രൊഡക്ഷൻ പറഞ്ഞ എവിടെയൊക്കെ പോവാം, വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ എൻ്റർ ചെയ്ത വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ടു മാനുഫാക്ചറിങ് ഓവർഹെഡ് അല്ലേ. ഓക്കെ അല്ലേ, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ടു മാനുഫാക്ചർ ഓവർഹെഡ്. അടുത്തതാ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. ഇതൊന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെല്ലിംഗ് ഒരു എക്സ്പെൻസ് മാത്രം പറയാൻ പറ്റില്ല. ഇൻക്വയറിയും പിന്നെ അത് ഇത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഇൻക്വയറിയും എന്താ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ടു ക്യാഷ്. അബ്സോർബ് ചെയ്യുമ്പോൾ എന്താ, എവിടെയൊക്കെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോവാം, കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ എൻ്റർ ചെയ്താൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫിനിഷ്ഡ് ഗുഡ്സ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ വിച്ച് മീൻസ് വർക്ക് ഇൻ പ്രോഗ്രസ് ബിക്കം എന്തായി, ഫിനിഷ്ഡ്. ഏത് കൂടി, ഫിനിഷ്ഡ് കൂടി. ഏത് കുറഞ്ഞ്, വർക്ക് ഇൻ പ്രോഗ്രസ്. എൻ്റർ ചെയ്താൽ ഫിനിഷ്ഡ് ഗുഡ്സ് ലെഡ്ജർ കൺട്രോൾ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. സെയിൽ ചെയ്തു അല്ലേ, സെയിൽ ചെയ്താൽ എൻ്റർ എന്താ, സെയിൽ ചെയ്താൽ നമുക്ക് പൈസ വരില്ല, സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് അടിയിലുണ്ടല്ലോ, അപ്പോൾ അത് ഏതായിരിക്കും, ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. അപ്പോൾ ഡെപ്റ്റർ അക്കൗണ്ട് ടു സെയിൽസ് അല്ല, ടു ഏതാണ്, P&L. ഓക്കെ അല്ലേ, കാരണം ഇത് ഏതാ, ഇത് നമ്മുടെ എഴുതിയിട്ടുണ്ട്, ഡെപ്റ്റർ അക്കൗണ്ട് ടു സെയിൽസ് അല്ലാണ്. പിന്നെ സെയിൽസ് എവിടെയൊക്കെ പോവാം, P&L അക്കൗണ്ട്. ഇവിടെ ഏതാണ്, ഇൻ്റഗ്രേറ്റഡിൽ P&L, നോൺ ഇൻ്റഗ്രേറ്റഡിലാണ് ഇത് കോസ്റ്റിംഗ് P&L. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സെയിൽസ് അക്കൗണ്ട് ടു P&L വെട്ടി കഴിഞ്ഞാൽ അവർ എൻ്റർ ചെയ്താൽ മതി എന്താ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു P&L. ദെൻ ഡെപ്റ്റർ കയ്യിൽ പൈസ കിട്ടും, എൻ്റർ ക്യാഷ് അക്കൗണ്ട് ടു ഡെപ്റ്റർ. ക്യാഷും ഡെപ്റ്ററും എവിടെ ഇല്ലാത്തതായിട്ടാണ്, കോസ്റ്റിംഗിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ഫുള്ളി ഏതായിരിക്കും, ഫിനാൻഷ്യൽ. കോസ്റ്റിംഗിൽ എൻട്രി ഇല്ലെങ്കിൽ അറിയാലോ, ഫിനാൻഷ്യൽ അതേ എൻട്രി ആയിരിക്കും. ഫിനാൻഷ്യൽ ഒരു എൻട്രി ഇല്ലെങ്കിൽ കോസ്റ്റിംഗിൽ അതേ എൻട്രി ആയിരിക്കും. എവിടെ ഇല്ല, ഇൻ്റഗ്രേറ്റഡ്. ദാറ്റ്സ്